എന്താണ് എല്ലാവർക്കും മുഖത്തിന് ഒരു വിഷമമൊക്കെ പോലെ? ഇത്രയും നാള് വീട്ടിലെ ആളനക്കമൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ മക്കളൊക്കെ സ്കൂളിൽ പോയി, ഗൃഹനാഥന്മാർ അവരവരുടെ ജോലിക്ക് പോയി. അപ്പൊ പിന്നെ വീട് ഉറങ്ങിയില്ലേ? അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് അങ്ങനെ വീട് ഉറങ്ങി അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ പണിയിലേക്ക് കടന്നേക്കാം. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി വഴുതനങ്ങ, നമ്മൾ വഴുതനങ്ങ ഫ്രൈ, വഴുതനങ്ങ മെഴുക്ക് വരട്ടിയൊക്കെ അല്ലേ ഇത്ര നാളും വെച്ചോണ്ടിരുന്നു. നമുക്ക് ഒരു വഴുതനങ്ങ തോരൻ വെച്ചാലോ? തോരനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. കടുക് പൊട്ടി ഇതിലേക്ക് ആവശ്യമുള്ള സവോള, കാന്താരിമുളക്, കരിവേപ്പില. അപ്പൊ നമ്മുടെ അരിഞ്ഞു വെച്ചങ്ങനെ വഴുതനങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. ഇത് ആവിയിൽ വേകേണ്ടതാ. അപ്പൊ നമുക്ക് ഇതിൽ ഇച്ചിരി ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വഴുതനങ്ങത്തോരൻ വഴുതനങ്ങത്തോരൻ നല്ല വേവായിട്ടാ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കട്ടെ. ഇതിൽ ഈ വഴുതനങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നടുവ് ഭാഗം എണ്ണ കിടന്ന് തിളക്കലുണ്ടോ ആ ഭാഗത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഈ മുട്ട പൊട്ടിക്കണത്, അപ്പൊ നമ്മൾ സാധാരണ തോരൻ കറിക്ക് തേങ്ങയല്ലേ ഇടാറ്. അപ്പൊ തേങ്ങയ്ക്ക് പകരമാണ് ഈ മുട്ട ഇട്ടുന്നത്. അപ്പൊ ഈ മുട്ട നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക്. ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴേ. ഇത് നമുക്ക് മുട്ടേനെ ചിക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ട വഴുതനങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഇപ്പൊ നല്ല കാണുമ്പോ തന്നെ നമ്മളിപ്പോ തേങ്ങ ഇടുന്നതിന് പകരമാണ് ഈ മുട്ട ഇട്ട് കൊടുത്തത്. അപ്പൊ ആ മുട്ടയുടെ വഴുതനങ്ങയുടെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അത് കണ്ട കാണുമ്പോ തന്നെ നല്ല രസം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇന്ന് വേറെ പ്രത്യേകിച്ച് ചോറിന് ഒരു കറിയും വെച്ചില്ലെങ്കിലും ഈ വഴുതനങ്ങ തോരനും ചോറും കൂടെ നമുക്ക് കഴിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളതെല്ലാവരും ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ വഴുതനങ്ങയൊക്കെ നമുക്ക് കാശ് കൊടുത്തൊന്നും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവണല്ലേ, നമുക്ക് പൈസ മുടക്കൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ പോയി പറിച്ചുകൊണ്ട് ഇങ്ങനെ കറി വെച്ചാൽ നല്ലതാട്ടോ. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ എല്ലാവർക്കും ടാറ്റാ.